മാജിക് മാത്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം വർഷ IT വിദ്യാർത്ഥികൾക്ക് വേണ്ടി വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റിലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ചാപ്റ്ററിലെ ബാരസ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റെഫേഴ്സ് ദ ടെമ്പറേച്ചർ? താഴെ പറയുന്നതിൽ ഏതാണ് ടെമ്പറേച്ചറിനെ പറ്റി പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു വെള്ളം അതിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഐസ് ക്യൂബ് അതിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. ഒന്നാമത്തെ കേസിൽ 100 ആണ് ടെമ്പറേച്ചർ, രണ്ടാമത്തെ കേസിൽ 0 ആണ് ടെമ്പറേച്ചർ. ഇപ്പൊ 100 എന്ന വാല്യൂ ആ ടെമ്പറേച്ചർ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ആ വസ്തു അത്രയും ഹോട്ട് ആണ്. 0 എന്ന് കേൾക്കുമ്പോഴോ ആ വസ്തു അത്രയും കൂളാണ്, അല്ലെ? അപ്പൊ ഒരു വസ്തു എത്ര ഹോട്ടാണ്, എത്ര തണുപ്പാണ് എന്നതാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. ഒരു വസ്തു എത്ര ചൂടുണ്ട്, എത്ര തണുപ്പുണ്ട് എന്ന് കാണിക്കുന്നതാണ് ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ഒരു ഹീറ്റിന്റെ സ്റ്റേറ്റ്, ഒരു ഹീറ്റ് എത്രയാണ് ഇതിന്റെ ഹീറ്റ് ഉള്ളത് എന്ന് കാണിക്കുന്നതാണ് ഇതിന്റെ ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഹീറ്റ്? ഹീറ്റിന്റെ SI യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിരുന്നു ഹീറ്റിന്റെ SI യൂണിറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹീറ്റ്? ഹീറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഹീറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് കലോറിമീറ്റർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഇനി തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ അളക്കാനാണ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാരോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ്? 1 gram വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താൻ ആവശ്യമായി വരുന്ന ഹീറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിരുന്നു 1 gram മാസുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിന്റെ അളവിനെ പറഞ്ഞ പേരാണ് കലോറി. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വാല്യൂ ഫോർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറിന്റെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. മറ്റു വാല്യൂസും ഉണ്ട്. ഏതൊക്കെയാണ്? 4.2 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ലാസ്റ്റ് വാല്യൂ എന്താണ്? 1 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ തന്നത് കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസിലുള്ള സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറിന്റെ വാല്യൂ ആണ്. ഓപ്ഷൻ ഡി 1 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഹീറ്റ് ഈസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഗിവൺ ഓഫ് ബൈ എ സബ്സ്റ്റൻസ് വിതൗട്ട് ചേഞ്ചസ് ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്? ഒരു സബ്സ്റ്റൻസിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറാതെ ആ വസ്തു അബ്സോർബ് ചെയ്യുന്നതോ പുറന്തള്ളുന്നതോ ആയ ഹീറ്റിനെ പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കണ്ടെയ്നറിൽ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഐസ് ക്യൂബിന്റെ ടെമ്പറേച്ചർ കൂടി 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 പോകും. ഒരു 0 ഡിഗ്രി ആകുമ്പോൾ ഐസ് ക്യൂബ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ആയിട്ട് മാറും. 0 ഡിഗ്രി എന്ന ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് ഐസ് ക്യൂബ് വാട്ടർ ആയിട്ട് മാറും. ഇതിനെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടി 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 വരും. നമ്മുടെ വാട്ടറിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രിന്ന് മുകളിലോട്ട് കൂടി കൂടി വന്നിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ ആയിട്ട് മാറാൻ തുടങ്ങും. ഈ ടെമ്പറേച്ചറിൽ വേപ്പർ ആയിട്ട് മാറാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു ഐസ് ക്യൂബിലേക്ക് -8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ ടെമ്പറേച്ചർ. അതിലേക്ക് 1 ജൂൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? 0 ഡിഗ്രി സെൽഷ്യസ് ആയി മാറി. ഇപ്പോഴും സ്റ്റേറ്റ് മാറിയില്ല, അല്ലെ? അവസ്ഥ എന്താ? സോളിഡ് സ്റ്റേറ്റ് തന്നെയാണ്, ടെമ്പറേച്ചർ മാത്രമാണ് മാറിയത്. ഈ 1 ജൂൾ ഹീറ്റ് എന്തിനാണ് ഉപയോഗിച്ചത്? അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഒരിക്കലും അവസ്ഥ മാറുന്നില്ല, ടെമ്പറേച്ചർ മാത്രമാണ് ഇതിന്റെ റൈസ് ചെയ്തത്. ഇനി വീണ്ടും ഇതിലേക്ക് ഒരു 5 ജൂൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്തായി? ഈ ഐസ് ക്യൂബ് നേരെ വാട്ടർ ആയിട്ട് മാറി. 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആയി മാറി. ഇവിടെ 5 ജൂൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, 0 ഡിഗ്രി. പക്ഷെ അവസ്ഥ മാറുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ
അവസ്ഥ മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്ത ഹീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും ഇതിലേക്ക് 9 ജൂൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്തായി 0 ഡിഗ്രിയുള്ള വാട്ടർ 100 ഡിഗ്രിയുള്ള വാട്ടർ ആയിട്ട് മാറി. ഇവിടെ 9 ജൂൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും അവസ്ഥ മാറുന്നില്ല. വീണ്ടും ഇതിലേക്ക് ഒരു 12 ജൂൾ ഹീറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായി 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വേപ്പർ ആയിട്ട് മാറി. ഇവിടെ 12 ജൂൾ ഉപയോഗിക്കുന്നത് അതിന്റെ സ്റ്റേറ്റ് മാറാനാണ്, ലിക്വിഡ് സ്റ്റേറ്റ് നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹീറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ഈ 9 ജൂൾ അതേപോലെ 1 ജൂൾ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ആണ്. ആ ഹീറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവസ്ഥ മാറ്റമുണ്ടോ? സ്റ്റേറ്റ് മാറ്റമുണ്ടോ? ഇല്ല, ഒരിക്കലും സ്റ്റേറ്റ് മാറുന്നില്ല. സോളിഡ് സോളിഡ് തന്നെയാണ്, ലിക്വിഡ് ലിക്വിഡ് തന്നെയാണ്. പക്ഷെ ആ ഹീറ്റ് ഉപയോഗിക്കുന്നത് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അവസ്ഥ മാറാതെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റിനെ പറയുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ്. ഓപ്ഷൻ ബി സെൻസിബിൾ ഹീറ്റ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ? ഫാരൻഹീറ്റ് സ്കെയിലില് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഫാരൻഹീറ്റ് സ്കെയിലില് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 32 ഡിഗ്രി ഫാരൻഹീറ്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇവിടെ ചോദിച്ചത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ കെൽവിൻ സ്കെയിൽ? കെൽവിൻ സ്കെയിലില് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. കെൽവിൻ സ്കെയിലില് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 273 ഡിഗ്രി കെൽവിൻ ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 373 ഡിഗ്രി കെൽവിൻ ആണ്. ഇവിടെ ചോദിച്ചത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. ഓപ്ഷൻ ഡി 273 ഡിഗ്രി കെൽവിൻ ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് 45 ഡിഗ്രി സെൽഷ്യസ് ഇൻ ടു ഡിഗ്രി ഫാരൻഹീറ്റ്. 45 ഡിഗ്രി സെൽഷ്യസിന് ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോഴും സെൽഷ്യസ് തന്നിട്ടുണ്ട്, ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. ഒന്നെങ്കിൽ സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയ C/5 ഈക്വൽ ടു F-32/9 ഈ റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സെൽഷ്യസ് തന്നിട്ട് ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? F is equal to 9/5 into C plus 32. എന്താണ് സിന്റെ വാല്യൂ? സിന്റെ വാല്യൂ 45 ആണ്. അപ്പോ 9/5 into 45 plus 32. 9/5 into 45 ചെയ്യുമ്പോൾ നമുക്ക് 81 കിട്ടും. പ്ലസ് 32 ഈക്വൽ ടു 113 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ഫാരൻഹീറ്റ് ആൻഡ് സെന്റിഗ്രേഡ് തെർമോമീറ്റേഴ്സ് ഗീവ് ദ സെയിം റീഡിംഗ്? ഏത് ടെമ്പറേച്ചറിലാണ് ഫാരൻഹീറ്റ് തെർമോമീറ്ററിന്റെയും സെന്റിഗ്രേഡ് തെർമോമീറ്ററിന്റെയും റീഡിംഗ് സെയിം ആവുന്നത് എന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി ചില എക്സാമ്പിൾ എടുക്കാം. ഇവിടെ പറഞ്ഞത് സെൽഷ്യസിലെ റീഡിങ്ങും ഫാരൻഹീറ്റ് സ്കെയിലിലെ റീഡിങ്ങും സെയിം ആണെന്നാണ് അല്ലെ. ഇപ്പോൾ -30 ആണ് സെന്റിഗ്രേഡ് സ്കെയിലിലെ റീഡിംഗ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിൽ എന്തായിരിക്കും? -30 തന്നെയായിരിക്കും. ഒരിക്കലും ഈ വാല്യൂ കറക്റ്റ് അല്ല. ഇത് നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ 160 ആണെങ്കിൽ ഫാരൻഹീറ്റിലൊക്കെ ആയിരിക്കും 160 ആയിരിക്കും. സെൽഷ്യസ് സ്കെയിലില് എക്സ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലും എക്സ് ആണ് അല്ലെ. അപ്പോ രണ്ടിലും തുല്യമായ ഫാരൻഹീറ്റ് തെർമോമീറ്ററിലും സെന്റിഗ്രേഡ് തെർമോമീറ്ററിലും തുല്യമായ വാല്യൂ നമുക്ക് എക്സ് ആണ് എടുക്കാം. ഇനി സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ഇക്വേഷൻ എന്താണ്? C/5 is equal to F-32/9. ഇതിലേക്ക് സിന്റെയും എഫിന്റെയും വാല്യൂ നമുക്ക് കൊടുക്കാം. സിന്റെ വാല്യൂം എക്സ് ആണ്, എഫിന്റെ വാല്യൂം എക്സ് ആണ്. അപ്പൊ എന്തായി? X/5 ഈക്വൽ ടു X-32/9. ഇനി ക്ലോസ് ചെയ്യാം. x into 9 ഈക്വൽ ടു 5 into X-32. ഇനി 9 into x 9x ഈക്വൽ ടു 5 ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുക്കുക. 5 into x 5x മൈനസ് 5 into 32 160. ഇനി 5x 9xന്റെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോ -5x ആവും. അപ്പൊ 9x മൈനസ് 5x ഈക്വൽ ടു -160. ഇനി 9x എന്ന് 5x മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4x. 4x ഈക്വൽ ടു -160. x ഈക്വൽ ടു -160/4 is equal to -40. അപ്പൊ -40 എന്ന ടെമ്പറേച്ചറിലാണ് ഫാരൻഹീറ്റ് തെർമോമീറ്ററിലെയും സെന്റിഗ്രേഡ് തെർമോമീറ്ററിലെയും റീഡിംഗ് സെയിം ആവുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് -273 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു കെൽവിൻ സ്കെയിൽ. -273 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ സെൽഷ്യസ് തന്നിട്ടുണ്ട്, കെൽവിനിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോ സെൽഷ്യസ് തന്നിട്ട് കെൽവിനിലേക്ക് മാറ്റാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ K is equal to C plus 273. സിന്റെ വാല്യൂ എത്രയാണ്? -273 plus 273 ഈക്വൽ ടു 0. അപ്പൊ ഓപ്ഷൻ എ 0 ഡിഗ്രി കെൽവിൻ ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഇൻ ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 20 ഡിഗ്രി ഫാരൻഹീറ്റ്? 20 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമായ സെന്റിഗ്രേഡ് സ്കെയിലിലെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോഴ് ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്, സെൽഷ്യസ് ആണ് കാണേണ്ടത്. ഒന്നെങ്കിൽ സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയ C/5 is equal to F-32/9 ഈ റിലേഷൻഷിപ്പിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഫാരൻഹീറ്റ് തന്നിട്ട് സെൽഷ്യസ് കാണേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? C is equal to 5/9 into F-32. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ ആണ് 20. അപ്പൊ 5/9 into 20 - 32. അപ്പൊ ബോഡ്മാസ് റൂൾ പ്രകാരം ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. അപ്പൊ 5/9 into 20 - 32 is equal to -12. ഇനി 5/9 into -12 is equal to -6.6666. ഏതായാലും തൊട്ടടുത്ത ആൻസർ ഓപ്ഷൻ ഡി, -6.67 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി മെഷർഡ് ബൈ മെർക്കുറി തെർമോമീറ്റർ? മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചർ ഈക്വൽ ടു 300 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്? ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാണ് ഈ ഫിഗർ? ബൈമെറ്റാലിക് തെർമോമീറ്ററിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ ഓഫ് റെഡ് ഹോട്ട് മെറ്റൽസ് അപ് ടു 300 ഡിഗ്രി സെൽഷ്യസ്? 3000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചുട്ടുപഴുത്ത മെറ്റൽസിന്റെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 3000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റെഡ് ഹോട്ട് മെറ്റൽസിന്റെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് റേഡിയേഷൻ പൈറോമീറ്റർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ടേക്ക് പ്ലേസ് ത്രൂ ഫിസിക്കൽ കോണ്ടാക്ട്? ഫിസിക്കൽ കോണ്ടാക്റ്റിൽ കൂടി നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളൊരു അയൺ റോഡ് ഇതുപോലെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോഴ് ഒരു ഭാഗത്തുണ്ടാവുന്ന ഹീറ്റ് മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നു. ഇതെങ്ങനെ നടക്കുന്നത്? ഒരു മെറ്റല്, ആ മെറ്റൽസില് പല മോളിക്യൂൾസ് നമ്മളിങ്ങനെ 1 2 3 4 5 6 7 എന്ന് പേര് കൊടുക്കുന്നത്. ആദ്യം ഹീറ്റ് കിട്ടുന്ന ആർക്കായിരിക്കും? ഒന്നാമത്തെ പാർട്ടിക്കിളിനായിരിക്കും. ഒന്നാമത്തെ പാർട്ടിക്കിളിന് ഹീറ്റ് കിട്ടുന്നത് കൊണ്ട് ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഇനി ഒന്നാമത്തെ പാർട്ടിക്കിളും രണ്ടാമത്തെ പാർട്ടിക്കിളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ടെമ്പറേച്ചർ കുറവാണ്. ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കൂടിയ ഒന്നിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ രണ്ടിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ പാർട്ടിക്കിളിലേക്ക് ഹീറ്റ് എത്തി. രണ്ടാമത്തെ പാർട്ടിക്കിളിലേക്ക് ഹീറ്റ് എത്തിയത് കൊണ്ട് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ടെമ്പറേച്ചർ കൂടും. രണ്ടാമത്തെ പാർട്ടിക്കിളും മൂന്നാമത്തെ പാർട്ടിക്കിളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, മൂന്നാമത്തെ പാർട്ടിക്കിളിന്റെ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ രണ്ടിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ മൂന്നിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. ഇങ്ങനെ പോയി എവിടേക്ക് എത്തും? ഏഴാമത്തെ പാർട്ടിക്കിൾ വരെ ഹീറ്റ് എത്തും. ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് കൊണ്ടാണ് അല്ലെ ഹീറ്റ് എത്തുന്നത്. ഇവിടെ എന്താ? ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ 1 നിന്ന് 2ലേക്ക് ഹീറ്റ് എത്താൻ കാരണം എന്താ? 1ഉം 2ഉം തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇങ്ങനെ ഹീറ്റഡ് പാർട്ടിക്കിളിന്റെ ആക്ച്വൽ മൂവ്മെന്റ് ഇല്ലാതെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഹോട്ട് ബോഡി കോൾഡ് ബോഡി അടുത്തേക്ക് വരുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് കൊണ്ട് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ ഏതാണ്? കണ്ടക്ഷൻ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഫിസിക്കൽ കോണ്ടാക്ട് കൊണ്ട് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ കണ്ടക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൈൻഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ടേക്ക് പ്ലേസ് ബൈ അപ്വേർഡ് ഫ്ലോ? അപ്വേർഡ് ഫ്ലോ കൊണ്ട് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, അതിനെ ചൂടാക്കുന്നു. അതിന്റെ മോളിക്യൂൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ താഴത്തെ 3 മോളിക്യൂൾസ് ഹീറ്റ് ചെയ്യും. നമ്മൾക്കറിയാം ഹീറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി കുറയും. അങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞത് കൊണ്ട് തന്നെ ആ പാർട്ടിക്കിള് മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ അപ്വേർഡ് ഫ്ലോ കൊണ്ടുണ്ടാകുന്ന ഈ ട്രാൻസ്മിഷനെ എന്ത് പറയും? കൺവെക്ഷൻ എന്ന് പറയാം. അപ്പൊ അപ്വേർഡ് ഫ്ലോ കൊണ്ട് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ ഏതാണ്? കൺവെക്ഷൻ. ഓപ്ഷൻ ബി കൺവെക്ഷൻ ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ റേഡിയേഷൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ? താഴെ പറയുന്നതിൽ ഏതാണ് റേഡിയേഷൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഹീറ്റ് എത്തുന്നുണ്ട് അല്ലെ, സ്പേസിൽ കൂടി. അത് ഏത് മെത്തേഡ് പ്രകാരമാണ് എത്തുന്നത്? മീഡിയത്തിന്റെ ആവശ്യമില്ലാത്ത റേഡിയേഷൻ എന്ന മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് സ്പേസിൽ കൂടി ഹീറ്റ് എത്തുന്നത് റേഡിയേഷൻ വഴിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത് 1ാം വർഷ ITA വിദ്യാർത്ഥികൾക്ക് വേണ്ടി വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റിലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ചാപ്റ്ററിലെ ബാറസ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.